മുരുക്കുംപുഴയിൽ 4 ദിവസമായി നടത്തിവന്നിരുന്ന മാലിന്യ നിക്ഷേപം ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അവസാനിപ്പിച്ചു. 48ഓളം ലോഡ് മാലിന്യം ഇതിനകം ഇവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞു. ബുധനാഴ്ച രാവിലെ മാലിന്യമായി എത്തിയ ലോറികൾ നാട്ടുകാരും ജനകീയ സമിതി പ്രവർത്തകരും സംയുക്തമായി തടഞ്ഞു. മംഗലപുരം, കഴക്കൂട്ടം, കഠിനംകുളം എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. ദുർഗന്ധം രൂക്ഷമായതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ നിവർത്തിയില്ലായിരുന്നു. അത്ര നാറ്റവും മുഷിടും, കൊച്ചുങ്ങൾക്കൊക്കെ അസുഖങ്ങളും വന്ന് ഛർദിലും ഇളക്കമൊക്കെ വന്ന് അവരെ കൊണ്ട് ആശുപത്രി പോയി പിന്നെ ചെന്ന് പറഞ്ഞതിന് ശേഷം അവർ പിന്നെ മണ്ണിട്ട് മൂടി. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ന് ഞങ്ങൾ ഇവരെയൊക്കെ വിളിച്ച് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അവരെല്ലാവരും കൂടെ ഇതിനു വേണ്ടി ചോദിച്ചു വന്നു. ഇവിടുത്തെ MLA, മന്ത്രി ആരും ഒരുത്തരും വന്നിട്ടില്ല. വന്നവരൊക്കെ പറയണം ഇവിടെ നാറ്റം ഇല്ലെന്നാണ് പറഞ്ഞിട്ട് പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നാറ്റം വന്ന് ഞങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞു, ഇവർ വന്ന് ഞങ്ങളെ ഇതെല്ലാം സഹായിച്ച് ഞങ്ങളെ ഇന്നിവിടെ സമരം നിൽക്കുകയും ചെയ്തു. മംഗലപുരം SI ചന്ദ്രദാസ് പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച മുതൽ മാലിന്യം നിക്ഷേപിക്കില്ലെന്ന് ഉറപ്പു നൽകിയതായി ജനകീയ സമിതി പ്രവർത്തകർ അറിയിച്ചു. മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യമാണ് മുരുക്കുംപുഴയിൽ നിക്ഷേപിച്ചത്. മാലിന്യം സംസ്കരിക്കുന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ്ക്കളുടെ ശല്യവും കഴിഞ്ഞ 4 ദിവസമായി രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. തൊട്ടുള്ള വീടുകളും കിണറുകളും എല്ലാം ഉണ്ട്. ഇവിടെ ഈ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാലിന്യങ്ങൾ കൊണ്ട് ഞങ്ങളെല്ലാം രോഗികളായി. ഞങ്ങളെന്നല്ല, ഞങ്ങളുടെ മക്കളും കുഞ്ഞുങ്ങളും അത്രയും രോഗികളാകും. അപ്പം ഇത് ഇപ്പം തന്നെ നാറ്റം കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിനകത്ത് ഇരിക്കാൻ നിവർത്തിയില്ല. ഇതിൻ്റെ വൈബ്രേഷൻ കൊണ്ട് ഞങ്ങളുടെ വീടുകളെല്ലാം പൊളക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഈ മാലിന്യങ്ങൾ വനാന്തരങ്ങളിൽ കൊണ്ട് താക്കുകയോ എവിടെയെങ്കിലും ഇതിന് പ്ലാന്റ് ഉണ്ടാക്കി നിക്ഷേപിക്കുകയോ ചെയ്യാതെ ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് കൊണ്ടുവന്ന് ഇടരുത്. ഇതാണ് അധികൃതരുമായി ഉണ്ടാക്കിയ ഉറപ്പ് ലംഘിച്ചാൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ജനകീയ സമിതി അറിയിച്ചിട്ടുണ്ട്. സീനിയോസ് മീഡിയ, ആറ്റിങ്ങൽ.